പ്രൊട്ടക്റ്റീവ് അറേഞ്ച്മെൻറ്റ് ഉണ്ടായിരുന്നില്ല, പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നില്ല, അത് കഴിഞ്ഞ് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും ഉണ്ടായിരുന്നില്ല. അതേമാതിരിയുള്ള ഈ സ്റ്റേജിലൊക്കെ കൂടി പോയിട്ടാണ് ഇന്നത്തെ ഡോക്ടർമാർ, ഇന്നത്തെ ട്രീറ്റിംഗ് ടീമും ഈ നിലയിൽ എത്തിയിട്ടുണ്ട്. ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ജൂലൈ 1 ഡോക്ടർ B.C. റോയ് എന്ന് പറഞ്ഞ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു ഗ്രേറ്റ് ഫിസിഷ്യൻ്റെ ജന്മദിനത്തിൻ്റെ ഓർമ്മക്കായിട്ട് നമ്മൾ ഡോക്ടേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നു, കണക്കാക്കുന്നു. എല്ലാ കൊല്ലം ഇതോടുകൂടി പിന്നെ ഡോക്ടേഴ്സ് ഡേയോടനുബന്ധിച്ചിട്ട് ഒരു തീം ഡിസൈഡ് ചെയ്യും. ഈ കൊല്ലത്തെ തീം ഡോക്ടേഴ്സിന് ബിഹൈൻഡ് ദ മാസ്ക് who are doing hard work, dedicated work, അവരെ എന്ത് പ്രൊട്ടക്ഷൻ എന്നുള്ളതിന് പ്രൊട്ടക്ഷൻ വേണമെന്നുള്ളത് സൂചിപ്പിച്ചുകൊണ്ട് ബിഹൈൻഡ് ദ മാസ്ക് ഹൂ ഹീൽസ് ദ ഹീലേഴ്സ്, അതാണ് കൊല്ലത്തെ തീം. Doctors and the other members of the team together, they try to do the best for the patient, and some of them really dedicated. Doing long hours. Although for others it is 8 hours, for junior doctors especially ഈ ചെയ്യേണ്ടി വരുന്ന മണിക്കൂറുകൾക്കൊരു കണക്കില്ല. പലപ്പോഴും ഡോക്ടർമാരോ നഴ്സുമാരോ ഇല്ലെങ്കിൽ 8 hours എന്നുള്ള 12 hours അല്ലെങ്കിൽ ഈവൻ എക്സ്ട്രാ അവേഴ്സ് വർക്ക് ചെയ്യേണ്ടി വരുന്ന ചുറ്റുപാടുകളൊക്കെ ഉണ്ട്. അപ്പോൾ when they really falls ill, now there are arrangement, but in the past it was very difficult to get even proper treatment for the doctors who are risking. അപ്പോൾ ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും പല അസുഖങ്ങളും ഇതിനു മുമ്പൊക്കെ. പണ്ടത്തെ ഈ നമുക്കൊക്കെ അറിയാം, മാഡം ക്യൂരീൻ്റെ ഒക്കെ ഈ റേഡിയോളജിൻ്റെ ആ കാലത്തൊക്കെ, അല്ലെങ്കിൽ TB വാർഡിലൊക്കെ വർക്ക് ചെയ്തിട്ട് TB ഒക്കെ കിട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ലെപ്രസി പേഷ്യൻസുമായിട്ടൊക്കെ ലോങ് ടേം അസോസിയേഷൻ കൊണ്ട് ലെപ്രസി ഒക്കെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. ഇതിൽ നമുക്കൊക്കെ അറിയാം, നിപ്പ ഉണ്ടായപ്പം അത് നമ്മൾ ഡയഗ്നോസ് ചെയ്തു, അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്തത്. ആ സമയത്ത് നിപ്പ ഉണ്ടായിട്ട് നമ്മളുടെ കൂടപ്പെട്ട് ഒരു നേഴ്സ്, പാരാബ്രം എന്നുള്ളൊരു നേഴ്സ് അതുണ്ടായിട്ട് മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളറിയാതെ എത്ര ആൾക്കാർക്ക് അസുഖം വരുന്നുണ്ട്, അതുകൊണ്ട് ജീവൻ തന്നെ നഷ്ടപ്പെടുന്നുണ്ട് നമുക്കറിയില്ല. അത് അങ്ങനെ ഉണ്ടായിരുന്നു. ദർ ഈസ് എ റിസ്ക് ഓൾവേസ് ആക്ച്വലി ഫോർ ദ ഹീലേഴ്സ്. അതാണ് ഈ തീമിൻ്റെ ഒരു കാരണം, അത് സെലക്ട് ചെയ്യേണ്ട ഒരു കാരണം. അതേമാതിരി പല ആൾക്കാർക്കും ഉണ്ട് ആ കാലത്തൊക്കെ അതിനുള്ള പ്രൊട്ടക്ഷൻ ഉണ്ടായിട്ടുണ്ടായി. അപ്പം അതൊക്കെ ടേക്ക് കെയർ ചെയ്യണം. അതിനുള്ള അറേഞ്ച്മെൻറ്റ് ത്രൂ ദ ഗവൺമെൻറ് ആൻഡ് ത്രൂ ദ പബ്ലിക് ഇറ്റ് ഹാസ് ടു ബി ഡൺ. അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യാൻ ഡോക്ടർമാരുണ്ടാവില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ എയ്ഡ്സും ഹെപ്പറ്റൈറ്റിസ് B ഒക്കെ റാമ്പൻ്റ് ആയിരുന്ന, അത് വല്ലാതായിട്ട് വരുന്ന കാലത്ത് ഈ ട്രീറ്റ്മെൻറ്റും ബാക്കിലൊക്കെ വരുന്നതിൻ്റെ മുമ്പേ ഡോക്ടേഴ്സും നഴ്സസും ദ വർ റിലക്റ്റൻറ്റ് ടു ടേക്ക് അപ്പ് മെഡിക്കൽ പ്രൊഫഷൻ. അങ്ങനത്തെ ഒരു സമയം വന്നിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ഇപ്പോൾ കുറേ വ്യത്യാസമായിപ്പോയി. ട്രീറ്റ്മെൻറ്റിനും പ്രൊട്ടക്ഷനും പ്രിവെൻഷനും ഒക്കെ ഒരുപാട് അറേഞ്ച്മെൻറ്റ് ആയിപ്പോയി. അപ്പോൾ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഗവൺമെൻറ്റും ബാക്കിയുള്ള ഏജൻസീസും ഒക്കെ അതിന് വേണ്ടിയിട്ടുള്ള പിന്നെ സ്റ്റെപ്സൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ ഈവൻ ദെൻ അപ്പോൾ എന്തെങ്കിലും ഒരു സഡനായിട്ടുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായാൽ അതൊന്ന് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നിജസ്ഥിതി മനസ്സിലാക്കുന്നതിന് മുമ്പ് ഹോസ്പിറ്റലിനെ അറ്റാക്ക് ചെയ്യലും അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ അറ്റാക്ക് ചെയ്യലും ഹാരസ് ചെയ്യുന്നത് അത് പണ്ടത്തെക്കാളും കുറഞ്ഞിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് it still happens actually, and as a person who belongs to the medical profession, I really request
the government agencies and the public and the media to take care of this poor lot who are really dedicating and then trying to do the best for the needy lot, actually the sick patient. Thank you.